സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നാം തുടങ്ങി വെച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെയും കൂടിയാണല്ലോ കടന്നു പോകുക. അപ്പൊ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഷ്യാമിലേക്കുള്ള യാത്രയിൽ ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞ ഒരു പ്രവാചകന്റെ ആഗമനം. ഖുറൈശികളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു പ്രവാചകനാകാൻ യോഗ്യനായ വ്യക്തി? സകല തെമ്മാടിത്തരങ്ങളും അരാജകത്വങ്ങളും ബിംബാരാധനകളും നിറഞ്ഞു നിന്നിരുന്ന ആ സമൂഹത്തിൽ നിന്ന് ആരായിരിക്കും ഒരു പ്രവാചകനാകാൻ യോഗ്യനായ വ്യക്തി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരേ ഒരു മുഖം മാത്രമാണ് വന്നത്. ഒരിക്കൽ പോലും തമാശയിൽ പോലും ഒരിക്കലും കളവ് പറയാത്ത സത്യസന്ധനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം അതേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് തന്നെ പറഞ്ഞു, യാ അബൂബക്കർ, എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു കാര്യം പറയാനുണ്ട്. പ്രവാചകത്വത്തെ കുറിച്ചുള്ള സംസാരമായിരുന്നു. അങ്ങനെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന് ആ വിശ്വാസത്തെ മൂടി വെക്കാൻ സാധിച്ചിരുന്നില്ല. പലപ്പോഴായി റസൂലുള്ളാഹിനോട് ചെന്ന് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഞാനിതൊന്ന് പ്രഖ്യാപിക്കട്ടെ, പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഖുറൈശികളുടെ മുന്നിൽ ഞാനൊന്ന് പ്രഖ്യാപിക്കട്ടെ. റസൂലുള്ളാഹ് പലപ്പോഴും പറഞ്ഞു, ആയിട്ടില്ല അബൂബക്കർ, ആയിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം റസൂലുള്ളാഹ് സമ്മതം കൊടുത്തു. കഅബ ശരീഫിന്റെ അടുത്ത് ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പ്രഖ്യാപിച്ചു ഖുറൈശി സമൂഹത്തോട്. അവിടുന്ന് കിട്ടിയ ക്രൂരമായ പീഡനങ്ങൾ, കടുത്ത പീഡനങ്ങൾ, ആ പീഡനങ്ങൾ സഹിച്ച് അവിടെ തളർന്നു വീണ അദ്ദേഹത്തെ വീട്ടിലേക്ക് എത്തിച്ചപ്പോ അവിടെ നിന്ന് ബോധം വന്നപ്പോ ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ചോദിച്ചത്, എന്റെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്റെ റസൂലുള്ളാഹിക്ക് ഒന്നും സംഭവിച്ചിട്ട് ഇല്ല എന്ന് അറിയുന്നത് വരെ അദ്ദേഹം ഒരു പച്ചവെള്ളം പോലും കുടിച്ചില്ല. എത്രത്തോളം റസൂലുള്ളാഹിയെ സ്നേഹിച്ചിരുന്നു. ഈ ഉമ്മത്തിന്റെ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യം കടന്നു വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ചരിത്രത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സയ്യിദ് ഇബ്നു അംറിന്റെ പ്രസംഗം കേട്ടതു മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ അള്ളാഹു എന്ന ചിന്ത മാത്രം തത്തിക്കളിച്ചു. സയ്യിദ് ഇബ്നു അംർ പറഞ്ഞ ആ പ്രവാചകനെ കാണാൻ അദ്ദേഹത്തിന് തിടുക്കമായി. പ്രവാചകന്റെ ആഗമനം അടുത്തിരിക്കുന്നുവത്രേ. ആരായിരിക്കും ആ പ്രവാചകൻ? മക്കയിലെ നല്ല മനുഷ്യരെല്ലാം അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിൽ മിന്നിമറഞ്ഞു. കൂട്ടത്തിൽ ഒരാൾ മാത്രം ഹൃദയത്തിൽ മായാതെ നിന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കളിയായിട്ടാവട്ടെ കാര്യത്തിനാവട്ടെ നാവെടുത്ത് ഒരിക്കൽ പോലും കള്ളം പറയാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാഥനായിട്ട് പോലും അധർമ്മത്തിനൊന്നും പോകാതെ സത്യസന്ധതയോടെ വഴിത്താരയിൽ നീങ്ങിയ അല്ലമീൻ. ഗോത്രകലഹവും രക്തച്ചൊരിച്ചിലും കൊലപാതകങ്ങളും നടക്കുമായിരുന്ന ഒരു വലിയ വഴക്കിൽ നിന്നും നാടിനെ രക്ഷിച്ച ഖുറൈശി. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കുന്നതിൽ തീർപ്പ് കൽപ്പിച്ച മഹാനുഭാവി. ഈ സംഭവം നടന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അന്ന് മുതൽക്ക് മുഹമ്മദിനോടുള്ള മമത മുട്ടിട്ടതാണ്. ഇപ്പോൾ ആ മനോഭാവത്തിന് തീവ്രത കൂടിക്കൂടി വരികയാണ്. ഒരു പ്രവാചകനാകാൻ അർഹനായിട്ട് താൻ ഒരൊറ്റയാളിനെ മാത്രമേ കാണുന്നുള്ളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ നാടിൻ്റെ അവസ്ഥ എന്താണ്? ദുർവൃത്തികളിൽ മുങ്ങിക്കുളിച്ച ജനത, അനീതിയുടെ ചെളിയിൽ മുങ്ങിയ നാടിനെ മോചിപ്പിക്കാൻ ആ പ്രവാചകൻ ഒട്ടും വൈകാതെ ഒന്നിങ്ങ് വന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഷാമിലേക്ക് കച്ചവടത്തിന് പോയ രംഗം അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. വേദങ്ങൾ പഠിച്ച ജ്ഞാനികളായ ക്രിസ്തീയ പുരോഹിതന്മാർ അവരെല്ലാം പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, വരാനിരിക്കുന്ന പ്രവാചകൻ്റെ കാര്യം. അതെ, പ്രവാചകൻ്റെ വരവ് അത്യാവശ്യമായിരിക്കുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു. മഹാനായ ഒരു പ്രവാചകനെ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയൂ. ആകാശത്ത് പൂനിലാവ് പൊഴിച്ചുകൊണ്ട് പുഞ്ചിരി തൂകുന്ന അമ്പിളി, ആ പൊന്നമ്പിളി മന്നം ഇങ്ങ് താഴോട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു നിമിഷം തിങ്കൾ പല കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കുന്നു. മക്കാദേശത്തെ ഓരോ വീട്ടിലും അതിൻ്റെ പ്രകാശജ്വാലകൾ എത്തുന്നു.
അത് മിന്നിത്തിളങ്ങുന്നു. ഒടുവിൽ ചന്ദ്രൻ്റെ ചീന്തുകൾ ഒത്തുചേരുന്നു. പിന്നീട് ഓടി വരുന്നത് തൻ്റെ മടിയിലേക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു. താൻ ഇതുവരെയും കണ്ടത് സ്വപ്നമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പിന്നെയും തെല്ല് നിമിഷങ്ങൾ വേണ്ടി വന്നു. വളരെ വിചിത്രമായൊരു സ്വപ്നമാണല്ലോ താൻ കണ്ടത്. എന്തായിരിക്കും ഈ കിനാവിൻ്റെ വ്യാഖ്യാനം? ഇതിൻ്റെ സൂചന എന്തായിരിക്കും? എത്ര തന്നെ ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു രൂപവും കിട്ടിയില്ല. അങ്ങനെ ചിന്തയിലാണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ക്രിസ്തീയ പുരോഹിതനെക്കുറിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഓർമ്മ വന്നത്. അദ്ദേഹം നേരെ പാതയിലൂടെ അങ്ങോട്ടേക്ക് ഓടി. ഞാൻ കണ്ട സ്വപ്നം വളരെ വിശദമായി ആ പുരോഹിതനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സ്വപ്ന വൃത്താന്തം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന പുരോഹിതൻ പറഞ്ഞു, ആ വരവ് അടുത്തിരിക്കുന്നു. ഏതു വരവ്? അത് അങ്ങ് എന്താണ് ഒന്നും വ്യക്തമാക്കാത്ത രൂപത്തിൽ സംസാരിക്കുന്നത്? ഞാൻ തെളിച്ചു പറയാം. ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനുണ്ട്, അന്ത്യപ്രവാചകൻ. ആ പ്രവാചകന്റെ ആഗമനം അടുത്തിരിക്കുന്നു എന്നാണ് താങ്കളുടെ സ്വപ്നത്തിലൂടെ മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുരോഹിതൻ പറയുന്നത് തന്നെ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ അയാൾ തുടർന്നു, നിങ്ങൾ തന്നെ ഈ സ്വപ്നം കണ്ടതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളായിരിക്കും ആ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത അനുചരൻ. അങ്ങനെ നിങ്ങളൊരു വലിയ ഭാഗ്യശാലിയായി മാറും. പുരോഹിതൻ്റെ വാക്കുകൾ കേട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഹ്ലാദം അടക്കാനായില്ല. ഷാമിലേക്ക് കച്ചവടത്തിന് പോയ അബൂബക്കറിന് പിന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനായില്ല. അദ്ദേഹം നേരെ നാട്ടിലേക്ക് തിരിച്ചു. അവിടെ തന്നെയും തേടി ഒരു പുതിയ വാർത്ത, ഒരു പുതിയ സംഭവ വികാസം. അതെ, താൻ പ്രതീക്ഷിച്ച പ്രവാചകന്റെ വരവ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷാമിൽ നിന്നും തിരിച്ചെത്തി തൻ്റെ മനസ്സിൽ ഏതൊരാൾ നിറഞ്ഞു നിൽക്കുന്നുവോ അദ്ദേഹം ഇതാ നേരെ മുമ്പിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറെ, ഞാനൊരു ഗൗരവമേറിയ കാര്യം പറയാനാണ് നിന്റെ അരികിൽ വന്നത്. അള്ളാഹുവിൽ നിന്നുള്ള വഹിയ് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. ഞാൻ അവൻ്റെ റസൂലാണ്, അന്ത്യപ്രവാചകൻ. ഏതൊരു വാക്ക് കേൾക്കുവാൻ വേണ്ടി കാത് തിരിച്ചുവോ ആ വാക്കുകൾ തന്നെ കുളിർമഴയായി ഇതാ തൻ്റെ കർണപുടങ്ങളിൽ പതിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനുണ്ടായ ആനന്ദം സമാധീതമായിരുന്നു. ഒട്ടും സംശയിക്കാതെ അബൂബക്കർ മൊഴിഞ്ഞു, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ലെന്നും അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്ര പെട്ടെന്നുള്ള ദൃഢപ്രതിജ്ഞയ്ക്ക് കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സ് വരാനിരിക്കുന്ന പ്രവാചകനെ തേടുകയായിരുന്നു. പ്രവാചകൻ എന്ന് മനസ്സ് പറയുമ്പോഴൊക്കെ ഒരൊറ്റ ചിത്രം മാത്രമേ മനസ്സിൽ പതിഞ്ഞിരുന്നുള്ളൂ, മുഹമ്മദ് നബിയുടെ ചിത്രം. അങ്ങനെ തൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനായി അവതരിച്ചിരിക്കുന്നു. അതിൽ പരം സന്തോഷത്തിന് വകയുള്ള മറ്റെന്താണ് ഉള്ളത്? ഒരിക്കലും കളവ് പറയാത്ത, ഒരു ദുർവൃത്തിയുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഇസ്ലാം എന്ന മഹത്തായ പ്രസ്ഥാനത്തെ വാരിപ്പുണർന്ന പ്രഥമ പുരുഷനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറി. അള്ളാഹുവിലേക്കുള്ള അചഞ്ചല വിശ്വാസം എല്ലാറ്റിനുമുപരി ആ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. താൻ മാത്രം സത്യത്തെ പുണർന്നതുകൊണ്ട് എല്ലാമായെന്ന സ്വാർത്ഥത ചിന്തയുമായി അടങ്ങിയിരിക്കാൻ അദ്ദേഹത്തിന് കൂട്ടാക്കിയില്ല. തൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ശിർക്കിൻ്റെ മുഖം കുത്തി വീണിരിക്കുകയാണ്. ഈ നിലയിൽ പോയാൽ ശാശ്വതമായ നരകവാസത്തിന് അവർക്കിടയാകും. അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്നും രക്ഷിക്കണം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ മധുരിമ നുണയിക്കണം. ഈ ഒരു ചിന്തയുമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രയത്നം തുടർന്നു. തൻ്റെ കൂട്ടുകാരിൽ പലർക്കും ഇസ്ലാമിക പ്രവേശനത്തിനുള്ള പ്രേരണ അദ്ദേഹം നൽകി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖേന ഒട്ടുവളരെ പേർ ഇസ്ലാം വാരിപ്പുണർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ലൊരു സമ്പന്നനായിരുന്നു, പേര് കേട്ട വ്യാപാരിയായിരുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി തൻ്റെ വിലമതിക്കാനാവാത്ത സമ്പത്തെല്ലാം ദീനിൻ്റെ ഉന്നമനത്തിനും പ്രബോധനത്തിൻ്റെ മാർഗത്തിലും ചെലവഴിച്ചു. തൻ്റെ സമ്പത്തും ശരീരവും മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെക്കാൻ ആ കർമ്മയോഗി ഒട്ടും മടി കാണിച്ചില്ല. ഇസ്ലാമിനു വേണ്ടി അദ്ദേഹം പണം വാരിക്കോരി ചെലവഴിച്ചു. നബി തിരുമേനിയോടുള്ള സ്നേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവനിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പ്രവാചക ശിരോമണിക്ക് വേണ്ടിയും പരിശുദ്ധ ദീനിനു വേണ്ടിയും ഏത് നിലക്കുള്ള ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ ആശങ്ക കൂടാതെ ആരോടും വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. ദീനീ കാര്യങ്ങൾ രഹസ്യമായി മൂടിവെക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല.
എന്തിനിങ്ങനെ ഒളിച്ചു വെക്കണം? നാം പറയുന്നത് സത്യമാണ്. അത് മൂടി വെക്കുന്നത് എന്തിനാണ്? അത് പരസ്യമാക്കുക തന്നെ വേണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പരസ്യമായി പ്രബോധനം നടത്താൻ നബി തിരുമേനി സമ്മതം കൊടുത്തത്. അതിനുവേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരന്തര സമ്മർദ്ദം തന്നെ നടത്തിയിരുന്നു. മക്കയിലെ പ്രമാണികളും പോക്കിരികളും ഗോത്ര നേതാക്കളുമെല്ലാം ഒത്തൊരുമിച്ചിരുന്ന് തങ്ങൾക്കിഷ്ടമില്ലാത്ത വാക്കുകൊണ്ടും മറ്റും തേജോവധം ചെയ്യുന്ന പലവിധ കൂത്താട്ടങ്ങളും നടക്കുന്ന സദസ്സ്. ആ സദസ്സിലേക്ക് ഒരു സുപ്രഭാതത്തിൽ തെല്ലും കൂസാതെ ആരെയും പേടിക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു. അല്ലെങ്കിലും അദ്ദേഹത്തിന് എന്ത് ഭയപ്പാടാണ്! പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സർവസ്വവും സമർപ്പിക്കാൻ അരയും തലയും മുരുക്കി രംഗത്തിറങ്ങിയ നിലയ്ക്ക് ഇനിയൊന്നും ഭയപ്പെടേണ്ടതില്ല. അദ്ദേഹം മക്ക മുശ്രിക്കുകളായ പ്രമാണികളെ സമീപിച്ച് ഘനഗംഭീര സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഏ ഖുറൈശി കൂട്ടമേ, ആരാധനയ്ക്ക് അർഹനായവൻ സർവ്വലോകരക്ഷിതാവായ അള്ളാഹു മാത്രമാണ്. അവനെയല്ലാതെ മറ്റാരെയും വണങ്ങരുത്. നിങ്ങൾ വിഗ്രഹാരാധന വെടിയുക. അധർമ്മത്തിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ട് ധർമ്മ സമരത്തിനിറങ്ങുക. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അവിടുന്ന് കാണിച്ച സൽപാന്താവ് പിൻപറ്റി വിജയികളാവുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം ആ നാട്ടുപ്രമാണികൾക്ക് ഒട്ടും രസിക്കുന്നതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തനി ധിക്കാരമായിട്ടാണ് അവർക്ക് തോന്നിയത്. തങ്ങളുടെ മുമ്പിൽ വന്ന് ആളാവുകയോ അതൊരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ. അല്ലെങ്കിൽ തന്നെ മുഹമ്മദിനെയും അവൻ്റെ പുത്തൻ പ്രസ്ഥാനത്തെയും എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവൻ്റെ ഒരു ഉപദേശം. ഖുറൈശി തലവന്മാർക്ക് കലി കയറി. പിന്നെ മുന്നും പിന്നും നോട്ടമായില്ല. എല്ലാവരും കൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. അടിയും ഇടിയും തൊഴിയും ഓരോരുത്തരും ഇഷ്ടം പോലെ നടത്തി. ശക്തരും മല്ലനുമായ ഖുറൈശി പടയോട് ഏകനായ ആ മനുഷ്യൻ എന്തു ചെയ്യാനാണ്? മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ ആ മഹാനുഭാവൻ അർദ്ധബോധാവസ്ഥയിൽ തറയിൽ വീണു. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന അമരമന്ത്രം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഇടതടവില്ലാതെ അപ്പോഴും കൊഴിഞ്ഞു വീണുകയായിരുന്നു. മഹാനായ റസൂലിൻ്റെ ഇഷ്ടത്തോഴൻ തറയിൽ വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ചില ചെറുപ്പക്കാർ അവനെ കണ്ടു. അവർ വേഗം അദ്ദേഹത്തെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയാക്കി. മകൻ്റെ ദയനീയാവസ്ഥ കണ്ട് സൽമാ ബീവിയുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. തൻ്റെ മകൻ കണ്ണ് തുറക്കുന്നത് നോക്കി അവർ കാത്തിരുന്നു. മിഴികൾ തുറന്ന ഉടനെ അദ്ദേഹം ആദ്യമായി ചോദിച്ചത് നബി തിരുമേനിയെക്കുറിച്ചായിരുന്നു. നബിക്ക് എന്തെങ്കിലും പറ്റിയോ? ആ ഉത്കണ്ഠ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. പ്രവാചകൻ സുരക്ഷിതനായി ഇരിക്കുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പച്ചവെള്ളം പോലും ഇറക്കാൻ കൂട്ടാക്കിയത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനം കാബ ഷരീഫ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രാർത്ഥനാ നിരതനായിരിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വശത്തത ഖുറൈശി പൗരപ്രമുഖർ. അവർ ഓരോന്ന് പറഞ്ഞ് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നബിയെ തെറി പറഞ്ഞും ബഹളം വെക്കുകയാണ്. പരിശുദ്ധ ദീനിൻ്റെ നേർക്ക് അവർ രോഷം കൊള്ളുകയാണ്. നബി തിരുമേനിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവരുടെ സിരകളിൽ രോഷത്തിൻ്റെ തീയാളുകയാണ്. അവരിൽ നിന്നും ചിലർ പറഞ്ഞു: മുഹമ്മദിനെ കണ്ടില്ലേ? എന്താണ് അവൻ ഈ പറയുന്നത്? നമ്മളും നമ്മളുടെ പൂർവീകന്മാരും ഇത്രയും കാലം അനുഷ്ഠിച്ചതെല്ലാം തെറ്റാണെന്ന് അവൻ ജൽപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ദൈവങ്ങളെ അവൻ തള്ളി പറയുന്നു. നമ്മുടെ അഭിമാനത്തിൻ്റെ കടക്കൽ അവൻ കത്തിവെക്കുന്നു. അത് കേട്ട് വേറെ ചിലർ പറഞ്ഞു: മുഹമ്മദിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവനെ നിലക്ക് നിർത്തണം. അവൻ്റെ ഈ ധിക്കാരം ഇനിയും വെച്ച് പൊറുപ്പിക്കുന്നത് രാജ്യത്തിനൊട്ടാകെ ആപത്തായിരിക്കും. അങ്ങനെ ഓരോരുത്തരും നബിയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് തങ്ങളുടെ രോഷം തീർത്തു. എന്നാൽ ചിലരുടെ രോഷം സംസാരം കൊണ്ട് അടങ്ങിയില്ല. കൂട്ടത്തിൽ ഒരുത്തൻ നബിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. അവൻ തിരുനബിയുടെ മാറത്ത് പിടിച്ച് ശക്തിയായി വലിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെല്ലകലെയായിരുന്നു. നബിയുടെ മേൽ കൈ വെക്കുന്നത് കണ്ട് അദ്ദേഹം ഓടിയെടുത്തു. തൻ്റെ അപ്പുറത്തിരിക്കുന്നത് ശക്തരായ ഖുറൈശികളുടെ ഒരു നിരയാണെന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയില്ല. പ്രവാചകനോട് അക്രമം ചെയ്ത ദ്രോഹിയെ അദ്ദേഹം പിടിച്ച് ശക്തമായൊരു തള്ളുകൊടുത്തു. താൻ എന്താണ് ഈ കാണിക്കുന്നത്? മുഹമ്മദ് നബി തൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന സത്യം പറഞ്ഞു. അതിന് അദ്ദേഹത്തെ കൊല്ലാനൊരുങ്ങുകയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ രോഷമെല്ലാം ആ വാക്കിൽ ഒതുങ്ങി നിന്നു. നീഗ്രോ വംശജനായ ഒരടിമ, ഉമയ്യത്ത് ബിനു ഖലഫിൻ്റെ കറുത്ത അടിമ ബിലാൽ, ഉമയ്യത്ത് ബിലാലിനെ അതികഠിനമായി മർദ്ദിക്കുകയാണ്. എന്തെല്ലാം മർദ്ദനമുറകളാണ്! ആ പാവപ്പെട്ട അടിമയെ അയാൾ ഇത്രയധികം മർദ്ദിക്കാൻ കാരണമെന്താണ്?
മറ്റൊന്നുമല്ല, ബിലാൽ മുഹമ്മദ് നബിയുടെ ആഹ്വാനം കേട്ട് പരിശുദ്ധ ദീൻ വാരിപ്പുണർന്നിരിക്കുന്നു. അതാണ് ഉമയ്യത്തിനെ കലികൊള്ളിക്കുന്നത്. സമയം നട്ടുച്ച, സൂര്യൻ തലക്കു മുകളിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. താഴെ ചുട്ടുപഴുത്ത മണൽ, ഒന്ന് തൊടാൻ പോലും വയ്യാത്തത്ര ശക്തമായ ചൂട്. ക്രൂധനായ ഉമയ്യത്ത് ബിലാൽ എന്ന ആ പാരിജാത മലരിനെ ആ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി. നെഞ്ചിൽ ഭാരമുള്ള കല്ല് കയറ്റി വെച്ചു. ചാട്ടവാറ് കൊണ്ട് തൊലിയുരിയുന്ന വിധത്തിൽ ശക്തമായി പ്രഹരിച്ചു. എല്ലാ മർദ്ദനങ്ങളും ആ പാവം ഏറ്റുവാങ്ങി. ഒട്ടും ഭീരുവാകാതെ, ചാഞ്ചല്യമില്ലാതെ അല്ലാഹു അഹദ് എന്ന മന്ത്രധ്വനിയുരുവിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാം സഹിച്ചു. സത്യദീനിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണല്ലോ ഈ മർദ്ദനങ്ങളെല്ലാം സഹിക്കേണ്ടി വരുന്നത്. മർദ്ദനങ്ങൾ എത്ര തന്നെ സഹിച്ചിട്ടും ബിലാൽ തൻ്റെ വിശ്വാസത്തിൽ നിന്നും അണുവിട പോലും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. ഇനിയും തീർന്നില്ല. 2 കയറുകൾ ഓരോ ഒട്ടകത്തിൻ്റെ കാലുകളിൽ കെട്ടി. കയറിൻ്റെ മറുവശം ബിലാലിൻ്റെ ഓരോ പാദങ്ങളിലുമായി കെട്ടിയിട്ടു. എന്നിട്ട് ഒട്ടകങ്ങളെ തെളിച്ചു. ചുട്ട മണലിലൂടെ വലിച്ചിഴക്കപ്പെട്ടു. കാട്ടാള തുല്യമായ ഈ മർദ്ദനമുറകൾ കാണാനിടയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനുള്ള അടിയുറച്ച വിശ്വാസമാണല്ലോ ഈ അടിമക്ക് ഇത്തരം മർദ്ദനങ്ങൾക്ക് കാരണമായി എന്നോർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് വല്ലാത്ത നൊമ്പരം തീർത്തു. പിന്നെ ഒട്ടും താമസിച്ചില്ല. തൻ്റെ ഈ അടിമക്ക് എന്ത് വില തരണം അദ്ദേഹം ചോദിച്ചു. ഉമയ്യത്ത് പറഞ്ഞ വിലയിൽ ഒട്ടും കുറയാതെ കൊടുത്ത് അദ്ദേഹം ബിലാലിനെ വാങ്ങി. ആ നിമിഷം തന്നെ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. ഇതുപോലെ ഇസ്ലാമിന് വേണ്ടി ത്യാഗം അനുഭവിച്ചിരുന്ന പല അടിമകളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങി സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സംഘവും അവർ നാടും വീടും വിട്ട് പുറപ്പെട്ട് പോവുകയാണ്. എന്താണ് അവർ ചെയ്ത കുറ്റം? ആരെയെങ്കിലും ദ്രോഹിച്ചോ? ആരുടെയെങ്കിലും ധനം അപഹരിച്ചോ? ആരെയെങ്കിലും മാനഭംഗപ്പെടുത്തിയോ? ഇല്ല, അത്തരം നീച പ്രവർത്തനങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് സ്വന്തം നാട്ടിൽ നിന്നവരെ ബഹിഷ്കരിക്കുന്നത്? ബഹുദൈവ വിശ്വാസം വെടിഞ്ഞ് ഏക ഇലാഹായ അള്ളാഹുവിൽ അവർ വിശ്വാസമർപ്പിച്ചു. അത് തന്നെ കാര്യം. മുശ്രിക്കുകൾക്ക് അത് ദഹിച്ചില്ല. അവർ പലവിധ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു. മർദ്ദനം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ, സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതായപ്പോൾ റസൂൽ തിരുമേനി അവർക്ക് യാത്രാനുമതി നൽകിയതാണ്. ആ യാത്ര കണ്ട് ഇബ്നു ദുഗ്ന ചോദിച്ചു, അബൂബക്കർ, അങ്ങ് എങ്ങോട്ടാണ് ഇവരുടെ കൂടെ ഈ പുറപ്പെട്ടിരിക്കുന്നത്? ഞങ്ങൾ എത്യോപ്യയിലേക്ക് പോവുകയാണ്. അതെന്താണ് എത്യോപ്യയിലേക്ക് പോകാൻ കാരണം? പിറന്ന നാട്ടിൽ രക്ഷയില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഞങ്ങളെ മർദ്ദിച്ച് അവശരാക്കുകയാണ്. അക്കാരണത്താൽ ഞങ്ങൾക്ക് നബി തിരുമേനിയുടെ അനുമതിയോടുകൂടി എത്യോപ്യയിലേക്ക് ഹിജ്റ പോവുകയാണ്. അബൂബക്കറെ, താങ്കൾ കുടുംബ ബന്ധത്തെ ചേർക്കുന്നവനാണ്. താങ്കൾ വിരുന്നുകാരെ മാന്യമായി ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നവനാണ്. ഓരോരുത്തരുടെയും അവകാശങ്ങൾ നിങ്ങൾ അർഹമായ രീതിയിൽ വകവെച്ച് കൊടുക്കുന്നു. ഇന്ന് വരെയും മറ്റൊരുത്തൻ്റെ അവകാശം നിങ്ങൾ ഹനിച്ചിട്ടില്ല. ഇത്രയും നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായ താങ്കൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും ഒളിച്ചോടുകയോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. താങ്കൾ എന്നോടൊപ്പം വരൂ. മക്കയിൽ എല്ലാവിധ സുരക്ഷിതത്വവും ഞാൻ താങ്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. താങ്കൾ അള്ളാഹുവിനെ ആരാധന ചെയ്തുകൊള്ളൂ. ആരും നിങ്ങളെ തടയാനാവില്ലെന്ന് ഞാനിതാ ഉറപ്പ് തരുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. എത്യോപ്യയിലേക്ക് പലായനം ചെയ്യാൻ പുറപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇബ്നു ദുഗ്നയുടെ സംരക്ഷണത്തിൽ അവിടെ തന്നെ, അതായത് മക്കയിൽ തന്നെ ചെലവഴിക്കുന്നു. പിന്നീട് ഹിജ്റയിലേക്കുള്ള യാത്ര വരുന്നു. കടുത്ത പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഓരോ വ്യക്തികളായി റസൂലുള്ളാഹിയുടെ സമ്മതത്തോടു കൂടി മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. അപ്പോഴൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ, പടച്ചവനെ, ഞാൻ എന്നോടൊന്ന് പോകാൻ റസൂലുള്ളാഹി സമ്മതം തരുന്നില്ലല്ലോ, ഇനി ആരെ കൂടെ ആയിരിക്കും ഞാൻ പോകുന്നത് എന്നുള്ള ഒരു വേവലാതി. നമുക്ക് ആ ചരിത്രത്തിന്റെ 3ാം ഭാഗം അടുത്തയാഴ്ച പറയാം. തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്.